ഹലോ യങ്സ്റ്റേഴ്സ്, 18നും 25നും ഇടയിലാണോ നിങ്ങളുടെ ഇപ്പോൾ കറന്റ് ഏജ്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചെയ്യുന്ന പാർട്ട് ടൈം ജോബിനോട് ഒരിക്കലും പാഷനേറ്റ് ആകരുത്. ഒരു സിംഗിൾ എക്സാമ്പിൾ, കാനഡയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ചെയ്യുന്ന കാർ വാഷ് എന്ന് പറയുന്ന അവരുടെ പാർട്ട് ടൈം ജോബിനോട് അവർ ഒരിക്കലും പാഷനേറ്റ് ആകില്ല. കാരണം അവർക്കറിയാം അവരുടെ പ്രൈമറി ഒബ്ജക്ട് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ട്രേഡിങ്ങിനോട് ഒരിക്കലും പാഷനേറ്റ് ആവരുത്. അതിനുവേണ്ടി നിങ്ങൾ ട്രേഡിംഗിൽ മാക്സിമം ഒരു ദിവസം 30 മിനിറ്റ് മാത്രം ചെലവഴിച്ചാൽ മതിയാവും. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. നല്ലൊരു മൊമെന്റം എന്ന് പറയുന്നത് 9:45 വരെയാ. ആ ഒരു 30 മിനിറ്റ് ഈ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ 20 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നഷ്ടം വന്നാൽ ഒരു 100 രൂപ നഷ്ടം സഹിക്കുക, ലാഭം കിട്ടിയാൽ ഒരു 400 രൂപ ലാഭം എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 22 ദിവസത്തിൽ ഒരു 10 ദിവസം നഷ്ടം വന്നാലും നമുക്കൊരു 1000 രൂപയാണ് പോകുള്ളൂ. ബാക്കി 10 ദിവസം നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കൊരു 4000 രൂപ കിട്ടും. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഒരു മന്ത്ലി 3000 ആണ്. അങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3000 എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പോക്കറ്റ് മണി ആകും. കൂടാതെ തന്നെ നിങ്ങളുടെ പ്രൈമറി കാര്യമായിട്ടുള്ള പഠിത്തത ഒരു രീതിയിലും ബാധിക്കില്ല. ഇത് മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ഒരു 5 വർഷം മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. നമുക്ക് പഠനത്തെ ബാധിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കാനും പറ്റും.